അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ JBL പാർട്ടി ബോക്സ് 310 ഈ ലെഫ്റ്റ് സൈഡിലിരിക്കുന്നത്, ഇപ്പോൾ റൈറ്റ് സൈഡിലിരിക്കുന്നത് JBL പാർട്ടി ബോക്സ് 320 എന്ന് പറഞ്ഞ സ്പീക്കറാണ്. അപ്പോൾ രണ്ടിൻ്റെ തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ടും കിഡിലൻ സ്പീക്കറാണ്, രണ്ടും 240 വാട്ട്സ് ഔട്ട്പുട്ട് വരുന്ന കിഡിലൻ സ്പീക്കറാണ്. അപ്പോൾ രണ്ടിൻ്റെയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. രണ്ടും തമ്മിൽ പ്രൈസിന് നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിൻ്റെ ഡിസൈനും പോർട്ടബിലിറ്റിയും നമുക്ക് നോക്കാം. ഇപ്പോൾ രണ്ടും ഏകദേശം ഹൈറ്റിലൊക്കെ ഒന്നിനെയാണ്. ഇപ്പോൾ സ്റ്റേജ് 320 കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, ഇത് കുറച്ചും കൂടെ ഒരു കോമ്പാക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ 310 വരുമ്പം 17.4 കിലോഗ്രാം ആണ് വരുന്നത്. സ്റ്റേജ് 320 വരുമ്പോൾ 1 കിലോ കുറവാണ് ഇതിനേക്കാളും. പിന്നെ രണ്ടിനും ഇതേപോലത്തെ ടെലസ്കോപ്പിക് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ കണ്ടില്ല, ഒറ്റ ഇത് മാത്രമേ ഉള്ളൂ 310. അതേപോലെ 320 ഇത് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ ഇത്രയത്തിൽ കിട്ടും, നമുക്ക് ഇത്രയത്തിൽ കിട്ടും, ഫുള്ളായിട്ട് ഇങ്ങനെ വലിച്ച് വെക്കാനും പറ്റും. അതാണ് ഒരു ഡിഫറൻസ്. പിന്നെ രണ്ടിനും വീല് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീല് കണ്ടില്ലേ, ഒരു ചെറിയ ഒരു വീലാണ്. സ്റ്റേജ് 320 വരുമ്പോൾ കുറച്ചും കൂടെ വലിയ ഒരു വീലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള ഒരു മാറ്റം എനിക്ക് ഇതിൽ പോരായ്മയായിട്ട് തോന്നിയത്, സ്റ്റേജ് 320 പോരായ്മയായിട്ടുള്ളത് തോന്നിയ എന്ന് പറഞ്ഞാൽ, സ്റ്റേജ് 310 നമുക്ക് സൈഡിൽ ഒരു സ്റ്റേജ് മോണിറ്റർ പോലെയൊക്കെ വെക്കാൻ പറ്റും. രണ്ട് സൈഡിലും ഇതേപോലെ ഒരു സ്റ്റാൻഡിനുള്ള സംഭവം കൊടുത്തിട്ടുണ്ട്. സ്റ്റേജ് 320 വരുമ്പോൾ അങ്ങനെ ഇല്ല, നമുക്കിങ്ങനെ വെർട്ടിക്കലായിട്ട് വെക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രില്ലുകൾ തമ്മിൽ ചെറിയ ഒരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഷോ. സ്റ്റേജ് 320 വരുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ലൈറ്റിങ് അവർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പാട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നോക്കാം. അപ്പം പിന്നെ സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു ബട്ടൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ, കുറേ നോബുകളായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇത് ഈ ഒരു DJയുടെ സെറ്റപ്പ് ഇതേപോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ, ബ്ലൂടൂത്ത്, ഓറാകാസ്റ്റ്, ബേസ് ബൂസ്റ്റ്. ഓറാകാസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഇതിലില്ല. ഇതിൽ ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഓറാകാസ്റ്റ് വന്നിട്ടുണ്ട്. അതുതന്നെ കൊണ്ടാണ് ആ ബട്ടൺസ് കൊടുത്തിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് മൈക്കിൻ്റെ കൺട്രോൾസ് വരുന്നത് ബേസ്, ട്രബിൾ, എക്കോ. ഇതിൽ നമുക്ക് വരുന്നത് ബേസ്, ട്രബിൾ, എക്കോ, പിന്നെ മൈക്കിൻ്റെ വോളിയം നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ പോയിട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, രണ്ടിൻ്റെയും എയർ ഹോൾ തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ വെർട്ടിക്കലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, ഇതിൻ്റെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പാർട്ടി ബോക്സ് 310 നോൺ റിമൂവബിൾ ബാറ്ററി വന്നിട്ടുള്ളത്. അത് സ്റ്റേജ് 320 വരുമ്പോൾ നമുക്ക് ബാറ്ററി ഇതേപോലെ പുറത്തേക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ രണ്ടിനും കമ്പനി അവകാശപ്പെടുന്നത് ഇതൊരു 3.5 മണിക്കൂർ ചാർജിങ്ങും ഇത് 3 മണിക്കൂർ ചാർജിങ്ങുമാണ് പറയുന്നത്. രണ്ടിനും 18 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. പക്ഷേ അത്രയൊന്നും ഉറപ്പായിട്ടും കിട്ടാൻ ചാൻസ് ഇല്ല. എന്തായാലും ഒരു 6 to 8 hours കിട്ടിയാൽ തന്നെ ഭാഗ്യം. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മാറ്റം വന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ കണ്ടില്ലേ, നമ്മൾ 2 കൈ ഉപയോഗിക്കേണ്ടി വരും എന്തിനും. ഇതിൽ നമുക്ക് കണ്ടില്ലേ, ഈ ഒരു ഫ്ലാപ്പ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, മോളിൽ നിന്ന് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വേണം നമ്മളിത് കണക്ട് ചെയ്യാനൊക്കെ. ഇതിൽ വരുമ്പോൾ കണ്ടില്ലേ, ഇത് ഈസിയാണ്, നമുക്കിങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് സ്ട്രക്ചർ ആൻഡ് ഡിസൈനിൽ വന്നിട്ടുള്ള ഒരു മാറ്റം. അടുത്തായിട്ട് നമുക്ക് സൗണ്ട് ആൻഡ് അതർ ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ JBL 320 വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു AI സൗണ്ട് ബൂസ്റ്റ് ടെക്നോളജി കൊടുത്തിട്ടുണ്ട് ഇതിൽ. അതായത് ഓഡിയോ ഒക്കെ ഒരു റിയൽ ടൈം ഒപ്റ്റിമൈസ് ആയിട്ട് നമുക്ക് കിട്ടും. അതായത് മോർ പവർഫുൾ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ സൗണ്ട് ആയിരിക്കും നമുക്ക് JBL 320 വരുമ്പോൾ. നമുക്ക് JBL Pro സൗണ്ട് 310 കിട്ടുന്നുണ്ട്. ഇപ്പം 320 വരുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു പഞ്ചി, കുറച്ചും കൂടെ ബേസ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് പറയപ്പെടുന്നത്. പിന്നുള്ളത് ബ്ലൂടൂത്തിലുള്ള ഒരു വ്യത്യാസമാണ്. 310 വരുമ്പം അത് 5.1-ഉം 320 വരുമ്പോൾ 5.4-ഉം. മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓറാകാസ്റ്റ് ഇനേബിൾ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഓറാകാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എത്ര സ്പീക്കേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എത്ര ചെറിയ സ്പീക്കർ ആയിക്കോട്ടെ, വലിയ സ്പീക്കർ ആയിക്കോട്ടെ, പോർട്ടബിൾ ആയിട്ടുള്ള കുട്ടി സ്പീക്കർ തൊട്ട് വലിയ സ്പീക്കർ വരെ നമുക്ക് ഓറാകാസ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏകദേശം സെയിം തന്നെ, രണ്ടിലും 6.5 ഇഞ്ച് വൂഫേഴ്സ് തന്നെ വന്നിരിക്കുന്നത്, 2.5 ഇഞ്ച് ട്വീറ്റേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ JBLൻ്റെ ബാഡ്ജിങ് മാറിയിട്ടുണ്ട്. രണ്ടും IPX4 സ്പ്ലാഷ് പ്രൂഫ് സ്പീക്കേഴ്സാണ്. പിന്നുള്ളൊരു വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് 320 നമുക്ക് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഓൺ ആവും. നോക്കിക്കോട്ടെ, ഓണായി. ഇത് നമുക്ക് 310 ഓൺ ആക്കുമ്പോൾ നോക്കാം. ഓണാക്കി ലൈറ്റ് അവിടെ മുകളിൽ കത്തി. കുറച്ച് കൂടുതൽ സമയം എടുത്തു ഓണായിട്ട് വരാനായിട്ട്.
പിന്നെ ഒരു ഡിഫറൻസ് നമുക്ക് ഈ പാർട്ടി ബോക്സിൻ്റെ ആപ്ലിക്കേഷനുള്ള ഡിഫറൻസ് ആണ്. ഇതിൽ വരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഓപ്ഷൻസ് ഇതിൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ കസ്റ്റമിൽ പോകുമ്പോൾ കണ്ടില്ലേ, ഈക്വലൈസർ കസ്റ്റമിൽ പോകുമ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് നമുക്ക് കിട്ടും. നമ്മളിപ്പോൾ സ്റ്റേജ് 310 പോവുകയാണെങ്കിൽ 310 നമുക്ക് ഒരു ആപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് കണ്ടില്ല, ഇത്ര ഓപ്ഷൻസ് നമുക്ക് കിട്ടില്ല. ആകെ ഒരു 3 ഓപ്ഷൻസാണ് കിട്ടുന്നത്. പിന്നെ ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ഇതാണ് കാണുന്നത്. 320 ആണെങ്കിൽ ഇങ്ങനെ വരും. നമുക്ക് ലൈറ്റ് കൺട്രോളൊക്കെ നമുക്ക് ഇതിൽ കൊടുക്കാനുള്ള കുറച്ചും കൂടെ കണ്ടില്ലേ, ലൈറ്റിൻ്റെ ഓപ്ഷൻസ് അതിൽ കുറച്ചും കൂടെ കൂടുതൽ കാണാനുണ്ട് കണ്ടില്ലേ. പിന്നെ മൈക്കൊക്കെ സെയിം തന്നെ ഏകദേശം. നമ്മൾ കണക്ട് ചെയ്തിട്ട് നമ്മൾ മൈക്രോഫോൺ കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഉള്ളത്. ഓക്കെ, നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ സ്റ്റേജ് 310 320 കൂടെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. രണ്ടും കൂടെ പെയർ ചെയ്തിട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ സ്റ്റേജ് 320 മാത്രമാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പം ലൈറ്റ് കൺട്രോൾ കൊടുക്കാം. ഒന്ന് ഓക്കെ, അപ്പോൾ ഇവിടെ കണ്ടില്ലേ ഈ കണക്ട് വിത്ത് പ്രീവിയസ് മോഡൽ എന്നുള്ളത്, അത് പ്രസ് ചെയ്യാം. അത് പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് കാണിച്ചു പാർട്ടി ബോക്സ് 310 എന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് കൊടുക്കുക. അവിടെ ഡിറ്റക്റ്റ് ആയി കണ്ട. രണ്ടിലും കൂടെ ഉറക്കാക്കണം. ഇപ്പോൾ ഇവിടെ എഴുതി കാണിച്ചുകൊണ്ടാണ് 2 പാർട്ടി ബോക്സും കൂടെ പ്ലേയിങ് ടുഗദർ എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് സെപ്പറേറ്റ് കുറയ്ക്കാം. സോഴ്സിൻ്റെ മാത്രം നമുക്ക് ഇത് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ചെറിയൊരു വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് വലിയ ബ്ലൂടൂത്തിൻ്റെ വലിയ ടെക്നോളജിയും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും 310 പോയാൽ മതി. പൈസയ്ക്ക് അത്യാവശ്യം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഓറാകാസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. പിന്നെ മൈക്കിൻ്റെ ഒരു വോളിയം കൺട്രോളർ ഇവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് ഓറാകാസ്റ്റ് ഇനേബിൾ സ്പീക്കർ JBLൻ്റെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിപ്പ് 5 ഉൾപ്പെടെ അത്രയും ചെറിയ സ്പീക്കർ ഉൾപ്പെടെ നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ അടുത്തത് നമ്മൾ JBL പാർട്ടി ബോക്സ് 710ൻ്റെ നമുക്ക് ഫീച്ചേഴ്സ് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.